الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. قل الحمد لله وسلام على عباده الذين اصطفى الله خير أما يشركون. أمن خلق السماوات والأرض وأنزل لكم من السماء ماء فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله بل هم قوم يعدلون. أمن جعل الأرض قرارا وجعل خلالها أنهارا وجعل لها رواسي وجعل بين البحرين حاجزا أإله مع الله بل أكثرهم لا يعلمون. സഹോദരന്മാരെ, സഹോദരികളെ, പല മാധ്യമങ്ങളിൽ കൂടി ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, സർവശക്തനെ ഭയപ്പെട്ട് ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യം ഉപദേശിക്കുന്നു. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങൾ എന്നിട്ട് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഭാഗങ്ങൾ ആഴ്ചതോറും നാം ഉപദേശങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുക, നന്മയിലേക്ക്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ അൽ ഖസാവി എന്ന ഖതീബായിരുന്നു പ്രസംഗിച്ചത്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ളതായ അതിനെ സ്ഥാപിക്കുന്ന ഭാഗങ്ങളും അപ്രകാരം തന്നെ അതിനെ നിഷേധിക്കുന്ന വിഭാഗത്തിനുള്ളതായ ചുട്ട മറുപടികളും ഒക്കെയായിരുന്നു അദ്ദേഹം നീട്ടിവലിച്ച് സംസാരിച്ചിരുന്നത്. മദീനയിൽ, മക്കയിലെ ഖതീബായിരുന്ന നിങ്ങൾക്കും ലോക മുസ്ലിങ്ങൾക്കും പരിചയമുള്ള സദൈസാണ് ഇന്ന് പ്രസംഗിച്ചത്. നിങ്ങൾ കേട്ടതുപോലെ, അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഥവാ എൻ്റെ സ്ഥിരം ക്ലാസ് മെമ്പറെ സംബന്ധിച്ചിടത്തോളം മദീനയുടെ വിശദാംശങ്ങൾ സാധാരണ ഞാൻ പറയാറുള്ളതാണ്. അത് അയാളുടെ ശൈലിയിൽ, അയാളുടെ സാഹിത്യ ശൈലിയിൽ അവതരിപ്പിച്ചു എന്നതാണ്. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിവരിക്കാം. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവിനെക്കുറിച്ചും അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും അപ്രകാരം തന്നെ അവൻ്റെ ദാത്തിനെക്കുറിച്ചും അവൻ്റെ സിഫാത്തിനെക്കുറിച്ചും അവൻ്റെ അഫ്ആലിനെക്കുറിച്ചും അവൻ്റെ റുബൂബിയ്യത്തിനെക്കുറിച്ചും ഉലൂഹിയ്യത്തിനെക്കുറിച്ചുമെല്ലാം ഖുർആനിൽ നീട്ടിവലിച്ച് പറയുന്ന സന്ദർഭത്തിലെല്ലാം തെളിവ് നിറച്ചിട്ടാണ് പതിവ് അനുസരിച്ച് അള്ളാഹു സംസാരിക്കാറുള്ളത്. കാരണം ഇവിടെ ഒരു നാടൻ മനുഷ്യൻ അഥവാ ഒരു ഗ്രാമീണരോട് വരെ ചോദിച്ചാൽ അള്ളാഹു ഉണ്ട് എന്ന് സമ്മതിക്കുക എന്നത് ഫിത്രത്താണത്, ഫിത്രത്തിൻ്റെ മതമാണിത്. ഈ മതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് അവനെ സൃഷ്ടിക്കുന്ന വേളയിൽ തന്നെ പ്രകൃതിയാ അവൻ അറിയും എന്ത് അവനൊരു സൃഷ്ടാവുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഈ മതത്തെ, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, അവൻ്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹാ എന്ന പദമാണ് ഉപയോഗിച്ചത്. അള്ളാഹുവിൻ്റെ ഫിത്രത്താണത്. അള്ളാഹു അങ്ങനെയാണ് മനുഷ്യന്മാരെ ആ പ്രകൃതിയുടെ മതത്തിൽ, അഥവാ അവന് ഫിത്രത്തൻ തന്നെ, സൃഷ്ടിപ്പിൽ തന്നെ അവന് സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ എതിർക്കുന്നവൻ എതിർക്കൽ എന്തിലൂടെയാണ്? അവൻ്റെ ജുഹൂദ്
അവൻ്റെ ശത്രുത ബോധത്തോടു കൂടിയുള്ളതായ ചിന്താഗതി. അവന് നന്മ അറിയണമെന്നില്ല, അവന് നന്മ മനസ്സിലാക്കണമെന്നില്ല, അവന് നന്മ പഠിക്കണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അജ്ഞതയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളി പല സന്ദർഭത്തിൽ ഖുർആനിലൂടെ നടത്തിയ സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ചോദിച്ച ചോദ്യങ്ങളും അതിനുള്ള മറുപടികളെല്ലാം നാം ഇവിടെ നിരത്തി വെക്കാറുണ്ട്. നമുക്കറിയാം, ഇന്ന് മക്ക ഇമാമ് പറഞ്ഞതുപോലെ ലോകത്തിലുള്ള ഏത് നിഘണ്ടു പരിശോധിച്ചാൽ അത് ഈ സത്യനിഷേധികളാകുന്ന മുൽഹിദീങ്ങളായ അള്ളാഹു ഇല്ല എന്ന് വാദിക്കുന്ന ഈ കമ്മ്യൂണിസം പേറി നടക്കുന്ന വിഭാഗത്തിന് നിഘണ്ടുവായിരുന്നാലും നിഘണ്ടുവിന്റെ കൂട്ടത്തിൽ എന്താണ് ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം ആ ഭാഷയിൽ വിവരിക്കുന്ന കാണാം. അപ്പോൾ ഇലാഹ് ഇല്ലെങ്കിൽ എന്തിനാണ് ഇലാഹിനെ കുറിച്ച് നിഘണ്ടു സംസാരിക്കുന്നത്? എല്ലാ നിഘണ്ടുവിലും ഇലാഹിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇലാഹ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്, ഇലാഹിന്റെ വിവക്ഷ എന്താണ് എന്ന പദം വിശദീകരിക്കുന്നുണ്ട്. അത് ഏറ്റവും ജാമിഉം മാനിഉമായ എല്ലാ അള്ളാഹുവിന് പറയാൻ പറ്റുന്ന സർവ്വ സിഫത്തുകൾ ഉൾക്കൊള്ളുന്ന, അവന് പറയാൻ പറ്റാത്ത സർവ്വ സിഫത്തുകൾ ഒഴിവാക്കുന്ന അതിന്റെ പേരാണ് അള്ളാഹു എന്നത്. അത് നമ്മുടെ മതത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരിഭാഷപ്പെടുത്താൻ അനുവദിച്ചതായ കാലഘട്ടത്തിൽ ഖുർആൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സിൽ ഞാൻ ജോലി ചെയ്യുന്ന വകുപ്പിൽ അവർ അള്ളാഹു എന്ന പദം തന്നെ ആയിരിക്കണം നമ്മുടെ സാങ്കേതിക പദമായിട്ട് മുസ്ലിങ്ങൾ അവരവരുടെ പരിഭാഷയിൽ ഉപയോഗിക്കേണ്ടത്. വേണമെങ്കിൽ ബ്രാക്കറ്റിന്റെ അകത്ത് അവരവരുടെ ഭാഷ ഉപയോഗിക്കാം, അറിയാൻ വേണ്ടി, പരിചയപ്പെടുത്താൻ വേണ്ടി, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം. എന്നല്ലാതെ ശരിക്ക് അള്ളാഹ് എന്ന പദത്തിന്റെ അർത്ഥം പറയുന്ന ഒരു ഭാഷയും ലോകത്തിലില്ല. അള്ളാഹു എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നതായ ആ ഗാംഭീര്യത, ആ അർത്ഥ ഗാംഭീര്യത അത് ഏത് ഭാഷയിലും ഇല്ല. ഏത് ഭാഷയിലും ഇല്ലാത്തത് കൊണ്ട് അള്ളാഹു എന്ന ആ പദം മുസ്ലിങ്ങൾ ആ പദം തന്നെ ഉപയോഗിച്ചിട്ടാണ് മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ കഴിവിന്റെ പരമാവധി, ഞാൻ പറയാറുണ്ട്, വിധി വിലക്കുകൾ പറയുമ്പോൾ നാം പഠിക്കേണ്ട ഭാഗമാണ്. നാം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ മറ്റു ഭാഷക്കാർ, മറ്റു ദേശക്കാർ, മറ്റു മതക്കാർക്ക് മാത്രം അറിയപ്പെടുന്നതായ ഒരു പദം ദൈവത്തിന്, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഭഗവാനെ എന്ന് പറയുന്നു, അത് മുസ്ലിങ്ങൾ പറയാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട്? അത് ഒരു പ്രത്യേക വകുപ്പ് അവരുടെ ദൈവങ്ങളെ കുറിച്ച് പറയുന്നതായ പദമാണ്, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഉടമകൾ മാത്രം പറയുന്നതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഖുർആൻ ഇറക്കിയതായ സന്ദർഭത്തിൽ ഖുർആൻ സാർവലൗകിക മതമാണ്, സാർവലൗകിക ഗ്രന്ഥമാണ്, സാർവലൗകിക പ്രസ്ഥാനമാണ്. സാർവലൗകികമായിട്ട് ലോകമാസകലം ഗ്രഹിക്കേണ്ട, പഠിക്കേണ്ട എല്ലാ ഭാഷക്കാർ, എല്ലാ ദേശക്കാർ, എല്ലാ ശൈലിയിൽ ജീവിക്കുന്നവർ, കറുത്തവർ, വെളുത്തവർ, ചുവന്നവർ, ഏത് രൂപത്തിൽ ജീവിക്കുന്നവർക്കും പഠിക്കാൻ പറ്റുന്നതായ ശൈലിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. എന്താ അതിന് തെളിവ്? ലോക മുസ്ലിങ്ങൾ ആസകലം ഖുർആൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ഭാഷ അറബി അല്ലതാനും. അവരുടെ ഭാഷ അറബി അല്ലാത്തതോടുകൂടി മംഗലാപുരക്കാരന് ഖുർആൻ പരിചയമുണ്ട്, കാസർഗോട്ടുകാരന് പരിചയമുണ്ട്, കേരളക്കാർക്ക് പരിചയമുണ്ട്, കേരളത്തിലുള്ള സർവ്വ ഭാഷക്കാർക്കും അതുപോലെ തന്നെ കേരളമല്ലാത്ത മറ്റു സ്റ്റേറ്റുകൾക്കും എല്ലാവർക്കും ഖുർആൻ പരിചയമുണ്ട്. എന്തേ? ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് അല്ലാഹു തന്നെ പറഞ്ഞതുപോലെ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനിനെ സ്മരിക്കാൻ, ഓർക്കാൻ, പഠിക്കാൻ, ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ പറ്റുന്ന ശൈലിയിലാണ്, രൂപത്തിലാണ് നാം ഇറക്കിയിട്ടുള്ളത്. അതിന് അല്ലാഹ് അങ്ങനെ തന്നെ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. നിർബന്ധം പുലർത്തിയാൽ സുബ്ഹാനല്ലാഹ് ഇസ്ലാമിലേക്ക് അമേരിക്കക്കാരൻ കടന്നു വരുന്നു, അറബി ഭാഷയുടെ ABCയുടെ അർത്ഥം അറിയാത്തവൻ കടന്നു വരുന്നു. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള കൽപ്പ കഴിവുള്ള ആളായി മാറുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഫിലിപ്പീനി മുസ്ലിം ആകുമ്പോഴും പറയുന്നു, അമേരിക്കക്കാരനാകുമ്പോഴും പറയുന്നു, ലോകത്തിലുള്ള ഏത് ഭാഷക്കാരനും പറയുന്നു. അവിടെ മറ്റു പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാത്രം പരിചയപ്പെടുത്തി കൊടുക്കുന്ന, ചൊല്ലിക്കൊടുക്കുന്ന ആ പണ്ഡിതൻ, ആ പ്രബോധകൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്ത ശേഷമാണ് അവന്റെ ഭാഷയിൽ അതിന്റെ അർത്ഥം വിവരിക്കാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് മനുഷ്യൻ ഈ മതത്തിൽ മെമ്പർഷിപ്പ് നേടുമ്പോൾ തന്നെ ഈ മതവുമായിട്ട് യാതൊരു നിലക്ക് ദൂരപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ബന്ധമാണ് അറബി ഭാഷയ്ക്കുള്ളത്. ആ അറബി ഭാഷയിലാണ് അവൻ മതത്തിനെ പരിചയപ്പെടാൻ ആരംഭിക്കുന്നത്. എന്നതുകൊണ്ട് നാം ഇന്ന് മക്ക
ഇമാമ് പറഞ്ഞതായ ലോകത്തിലുള്ള നിഘണ്ടുകൾ ആസകലം പരിശോധിച്ചാൽ അതിലെല്ലാം അള്ളാഹു എന്ന ആ പദം ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഓരോ ഭാഷകളിൽ. അത് തെളിവായിട്ട് തട്ടിന് മുട്ടായിട്ട് പറയാ എന്ന് മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തെളിവ് നിരത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ആ അസ്തിത്വത്തെ സ്ഥാപിക്കുവാനും അള്ളാഹുവിൻ്റെ കഴിവ് കൽപ്പന സ്ഥാപിക്കുവാനും അള്ളാഹുവിനെ കൊണ്ടാണ് ലോകം ഇവിടെ ചലിക്കുന്നത് എന്നത് മനസ്സിലാക്കി കൊടുക്കുവാനും ഉള്ള ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളെ ആര് സൃഷ്ടിച്ചു എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മക്കക്കാരമർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഗ്രാമീണരുടെ കാര്യം പറഞ്ഞപ്പോൾ മറന്നുപോയി. ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ദേശക്കാരനായ ഗ്രാമത്തിൽ വസിക്കുന്ന മനുഷ്യനായ ഒരു അറബിയോട് ചോദിച്ചാൽ, ഉദാഹരണത്തിന് ഇവിടെ നാം അറബ് ഭാഷത്തിലാണല്ലോ, അപ്പോൾ പണ്ട് ഗ്രാമത്തിൽ താമസിക്കുന്ന ബദവി എന്ന് നാം പറയുന്നതായ ബദവി പണ്ട് പറഞ്ഞ പദം അറബി ഭാഷയിൽ വ്യാപകമാണ്, അറബി ഗ്രന്ഥങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അൽ ബഅറതു തദുല്ലു അലൽ ബഈർ. ബഅറ എന്ന് പറഞ്ഞാൽ എന്താണ്? ആട് പോയാൽ ആട് പോയ വഴിയിൽ നിന്നുണ്ടായിരിക്കും ആടിന്റെ കാഷ്ടമുണ്ടായിരിക്കും, പശു പോയാൽ പശുവിന്റെ കാഷ്ടമുണ്ടായിരിക്കും, ഒട്ടകം പോയാൽ ഒട്ടകത്തിന്റെ കാഷ്ടമുണ്ടായിരിക്കും, അല്ലെ? അബൂ സുഫിയാനൊക്കെ മുഹമ്മദ് നബി ആ ഭാഗത്തിൽ കൂടി വിട്ടു കടന്നോ എന്ന് അറിയാൻ വേണ്ടി എന്താണ് അന്വേഷിക്കാറുണ്ടായിരുന്നത്? ഒട്ടകത്തിന്റെ കാഷ്ടം അന്വേഷിക്കലാണ്. എന്നിട്ട് കാഷ്ടം ഇങ്ങനെ മൂപ്പരയുടെ ലബോറട്ടറിയിൽ ഇങ്ങനെ ചക്കപ്പ് നടത്തും. അപ്പോൾ അതിൻ്റെ അകത്ത് മദീനയിലുള്ളതായ ഒട്ടകം കഴിക്കുന്ന ഭക്ഷണം അവർക്ക് പരിചയമുണ്ട്. ആ ഭക്ഷണം തിന്നതാണെങ്കിൽ മദീനക്കാർ ഇതിൽ കൂടി വിട്ട് കടന്നു എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഓരോ കാരണങ്ങളിലൂടെ അൽ ബഅറതു തദുല്ലു അലൽ ബഈർ എന്നിട്ട് അവസാനം പറയാണ് വസമാഉൻ ദാതു അബ്റാജിൻ. സുബ്ഹാനല്ലാഹ്. ധാരാളം സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ ഉൾക്കൊള്ളുന്നതായ ഈ വിശാലമായ തൂണില്ലാ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ വിശാലമായ ആകാശലോകം, ധാരാളം മനുഷ്യന്മാർക്ക് എണ്ണിത്തെറുക്കാൻ പറ്റാത്തതായ പർവ്വതങ്ങളും അതുപോലെ തന്നെ വാദികളും താഴ്വരകളും നിറഞ്ഞു കിടക്കുന്ന ഈ വിശാലമായ ഭൂമിയും, ഇതൊക്കെ അഫലായതുല്ലു അലൽ ലതീഫിൽ ഖബീർ, അല്ലെങ്കിൽ ആ ശക്തനായ രാജാതിരാജനായ സൂക്ഷ്മജ്ഞാനിയായ സർവജ്ഞാനിയായ ആ കഴിവുള്ള കൽപ്പുള്ളതായ ഒരു ശിട്ടാവ് ഇതിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിലേക്ക് തെളിവല്ലേ എന്ന് ബദവി വരെ പറയാറുണ്ടായിരുന്നു. എന്തേ? യഥാർത്ഥത്തിൽ ഒരു ഗ്രാമീണർക്ക് വരെ ഫിത്രത്തിന്റെ മതമായതുകൊണ്ട് അവന് സ്വയം അറിയുന്ന, സ്വയം പറയുന്ന, സ്വയം സ്ഥാപിക്കുന്ന, സ്വയം സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഷിട്ടാവിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആവശ്യമുണ്ട് എന്നതാണ് ഇന്ന് മക്ക ഇമാമ് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ 2 ഖുതുബകളിലൂടെയും പരിശ്രമിച്ചത്. അത് ഫിത്രത്തിന്റെ മതമാണെന്ന് പറയുമ്പോൾ നാം ആ ഫിത്രത്തിന് വിപരീതമായിട്ട് ജീവിക്കരുത്. ആ മതം സത്യവിശ്വാസികളായ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ യക്കുശക്കില്ലാത്ത, ഒരു നിലക്കും സംശയമില്ലാത്ത, അള്ളാഹുവിൽ വിശ്വസിച്ച് കഴിഞ്ഞ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി മേലിൽ എന്താണ് വേണ്ടത്? ആ ഫിത്രത്തിന്റെ മതമാണെന്ന് വെക്കുമ്പോൾ ആ ഫിത്രത്തിന്റെ മതം നമ്മളോട് കേൾപ്പിക്കുന്ന ആ മതത്തിന്റെ വിധി വിലക്കുകൾ നടപ്പാക്കുക, ആ വിധി വിലക്കുകളുടെ പിന്നിൽ നടക്കുക. അത് അള്ളാഹുവിനെ അനുസരിക്കലിലൂടെയും അള്ളാഹു നിയോഗിച്ചതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അനുസരിക്കലിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു നിരീശ്വരവാദികളിലേക്ക് ഖുർആനിൽ സൂചന നൽകുന്നുണ്ട്. നിരീശ്വരവാദികളിലേക്ക് ഖുർആനിൽ സൂചന നൽകുന്നുണ്ട്. ദഹ്റാണ് ഞങ്ങളെ സൃഷ്ടിച്ചതെന്ന് പറയുന്നവരെ വരാൻ പോകുന്നുണ്ട് എന്ന് അള്ളാഹു സൂചന നൽകുന്നുണ്ട്. ദഹ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയുടെ വികൃതി. ഞാൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ വികൃതിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പ്രകൃതിയാൽ ഞാൻ ഉണ്ടായതാണ്. മനസ്സിലായില്ലേ? നാം ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇവിടെ ഒരു കാർ നിർത്തി, അത് ഡ്രൈവ് ചെയ്ത് ആ സ്ഥലത്തിൽ നിന്നിട്ട് അതിനെ ചലിപ്പിക്കാതെ നാം അവിടെ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ ഒന്നും ആരും വന്നില്ല, തൊട്ടില്ല, ഡ്രൈവറുമില്ല. എന്താ സംഭവിക്കുക? അവിടെ തന്നെ കിടക്കും. ഇരുമ്പ് നശിക്കും, കാറിലുള്ള സാധനങ്ങളൊക്കെ നശിക്കും, വെയിലും തണുപ്പും തട്ടിയിട്ട്, അല്ലേ? അപ്പോൾ എന്ത് വേണം? അത് അനങ്ങണമെങ്കിൽ ഒരാൾ ചലിപ്പിക്കണം. ഇത് ചിന്തിക്കാൻ
ചൂട് നിന്ന് ബുദ്ധി ഉണ്ടായ പോരെ, കൂടുതൽ ബുദ്ധിയുടെ ആവശ്യമുണ്ടോ? ഒരു ദൈവമില്ലാതെ, ഒരു ഷിട്ടാവില്ലാതെ ഈ വിശാലമായ ആഗോള ഗഗോള ഭൂഗോള ശാസ്ത്രം ഈ ലോകത്തിൽ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയ എത്രയോ ശാസ്ത്രജ്ഞന്മാര് ഇങ്ങനെ അവര് കണ്ടുപിടിച്ചുകൊണ്ട് പറയുന്നതായ റോക്കറ്റുകൾ വിടുന്ന കാര്യങ്ങളും അത് എത്ര ദൂരം പറക്കുന്നു, ആ പറക്കുമ്പോൾ എന്തൊക്കെ അവരുടെ കൂടെയുള്ളതായ ഭൂതക്കണ്ണാടിയുടെ വീക്ഷിക്കുന്നു, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ചു തരുമ്പോഴും അവർക്ക് ഇത് ചിന്തിച്ചൂടെ? ചിന്തിക്കും. എപ്പോൾ ബുദ്ധി ഉണ്ടെങ്കിൽ, ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത്? സുബ്ഹാനല്ലാഹ് സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാതിലാ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി അർദ്ധരാത്രി ഉണർന്നുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിന്റെ അത്ഭുതത്തെക്കുറിച്ച് ഓർക്കുക എന്നത് ഈ മതത്തിന്റെ മെയിൻ തത്വമാണ്. അതുകൊണ്ട് ലോകം ഉറങ്ങുന്ന സന്ദർഭമാകുന്ന അർദ്ധരാത്രി അല്ലാഹുവിന്റെ ദൂതർ എണീറ്റ് നിന്നുകൊണ്ട് ഉദുവരെ പിടിക്കുന്നതിന് മുമ്പ് ആകാശത്തിലേക്ക് നോക്കി അവരുടെ മുഖത്തേക്ക്, അവരുടെ കണ്ണിലേക്ക് കൈകൊണ്ട് വരതി ആ ഉദുവിന് മുമ്പുണ്ടാവുന്ന ആവേശം അവരുണ്ടാക്കിയെടുത്ത ശേഷം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا. ഈ ആകാശത്തെ, ഈ ഭൂമിയെ സൃഷ്ടിക്കുക എന്ന ആ സൃഷ്ടിപ്പിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിജീവികൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ആരാണ് ബുദ്ധിജീവികൾ? ആരാണ് ബുദ്ധിജീവികൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗോള ശാസ്ത്രജ്ഞന്മാരാണോ, ഭൂഗോള ശാസ്ത്രജ്ഞന്മാരാണോ, ഖഗോള ശാസ്ത്രജ്ഞന്മാരാണോ? അല്ല. പിന്നെയോ? ശാസ്ത്രം പഠിച്ചോ? പ്രശ്നമില്ല. പഠനം നടത്തിക്കോ? പ്രശ്നമില്ല. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, അവര് രാത്രി, അപ്പോൾ അവിടെ റസൂല് രാത്രി ഉണർന്നുകൊണ്ട് നമസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ്, ഉദു പിടിക്കുന്നതിന് മുമ്പ് ഇബ്നു അബ്ബാസ് പറയുകയാണ് റളിയല്ലാഹു തആല അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുകയാണ്, റസൂലുള്ളാഹിന്റെ വീട്ടിൽ 10-12 വയസ്സിന്റെ ഇടയിൽ അവരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ മൈമൂനയുടെ വീട്ടിലായിരിക്കാം അവർ കിടന്നുറങ്ങി. എന്നിട്ട് രാത്രിയാകുമ്പോൾ പഠനം, റിസർച്ച് നടത്താണ്. റസൂലുള്ള എന്ത് കാട്ടുന്നു രാത്രി എന്ന് അറിയാൻ വേണ്ടി ആ കുട്ടി റിസർച്ച് നടത്താണ്. റിസർച്ച് നടത്തുന്നത് കൊണ്ട് തന്നെ മൂപ്പര് ഉറങ്ങുന്ന ആളായിട്ട് അഭിനയിച്ചുകൊണ്ട് റസൂല് ഉണരുന്നതും റസൂല് പ്രവർത്തിക്കുന്നതും, റസൂലുള്ള പിന്നെ ഉണർന്നപ്പോൾ അവരും ബേക്കിൽ ഉണർന്നു. റസൂല് ഉണർന്നിട്ട് റസൂലുള്ളാഹിന്റെ കണ്ണിനെ ഇങ്ങനെ തടകി ആവേശവും ഉന്മേഷവും ഉണ്ടാക്കി. എന്നിട്ട് ഈ ആയത്തോതി 10 ആയത്തുകൾ മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി ഓതി. എവിടുന്നുള്ള ആയത്താണെന്നറിയാമോ? നിങ്ങളും നാമും അർദ്ധരാത്രി ഉണർന്നിട്ട് എപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും ഓതുക, ആകാശം നോക്കിയിട്ട്. ആയത്ത് എവിടെയാണ് ആയത്തെന്നറിയാമോ? സൂറത്തു ആല ഇമ്രാനിന്റെ അവസാനത്തെ 10 ആയത്താണ്. സൂറത്തു ആല ഇമ്രാനിന്റെ അവസാനത്തെ 10 ആയത്താണ്. സഹീഹിൽ സ്ഥിരീകരിക്കപ്പെട്ട സംഭവമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹിന്റെ വീട്ടിൽ റിസർച്ചിങ്ങിന് വേണ്ടി പോയി. അവിടെ ഉറങ്ങുന്ന ആളായി അഭിനയിച്ചിട്ട് പഠനം നടത്തി ലോക മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ച പാഠം. ചെറുപ്പത്തിൽ അങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടതും. നമ്മൾ പറയുമ്പോൾ നമ്മുടെ കാര്യമായ നിർബന്ധമായി പഠിക്കേണ്ട ഭാഗം മറക്കാൻ പാടില്ലല്ലോ. കുട്ടികളെ ചെറുപ്പത്തിലേ അങ്ങനെയാണ് വളർത്തേണ്ടത്. എന്ത് നല്ല കാര്യങ്ങൾ, അവർക്ക് ബോധനം നൽകുന്ന കാര്യങ്ങൾ, അവർ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി. അവർ ഈ കാലഘട്ടത്തിൽ അവർ നമ്മുടെ കൂടെയുള്ളതായ, അവരുടെ കൂടെയുള്ളതായ മൊബൈലിൽ കൂടി കളിക്കുകയായിരിക്കും. പക്ഷെ അവർ അതിൽ നന്മ ഏത് തിന്മ ഏതെന്ന് അവർക്ക് അറിയുകയില്ല. അവർക്ക് നമ്മുടെ ബുദ്ധിയില്ല, അവർക്ക് നമ്മുടെ ഗവേഷണമില്ല, അവർക്ക് നമ്മുടെ ഇൽമില്ല. അപ്പോൾ അവർക്ക് അതൊക്കെ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചതുപോലെ, കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിച്ചതുപോലെ, ചെറുപ്പത്തിലെ കുട്ടികൾക്ക് എങ്ങനെയാണ് എന്താണ് ട്രെയിനിങ് നൽകേണ്ടതെന്ന് പഠിപ്പിച്ചതുപോലെ നാമും ചെറുപ്പത്തിലെ പഠിപ്പിച്ച് ആ രൂപത്തിലല്ല വളർത്തിയതെങ്കിൽ നമ്മുടെ കഠിന ശത്രുക്കളായിട്ട് നാം മാറ്റിപ്പോറ്റി തീറ്റി വളർത്തിയ കുട്ടികൾ മാറിപ്പോകും എന്നതായ അപകട മേഖലകളെ കുറിച്ച് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവം കേൾക്കുമ്പോൾ ഇബ്നു അബ്ബാസിന് ആ ആവേശം, ഉന്മേഷം എവിടുന്നാണ് അത്രയും ചെറുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്? റസൂലും അവരുടെ പരിസരത്തിലുള്ളതായ ആ മെയിൻ
പ്രധാനപ്പെട്ട സഹാബാക്കളും ജീവിച്ച ജീവിതത്തിലൂടെയാണ് അവരത് കണ്ടുപിടിച്ചത്. മഹാനായ ഇബ്നു അബ്ബാസ് പറയുന്നു, റസൂലുള്ളാഹ് 10 ആയത്തോതി. ആയത്തിന്റെ ഉള്ളടക്കമാണ് ഞാൻ നേരത്തെ വിവരിച്ചത്. അള്ളാഹു പറയുന്നു, ലആയാത്തിൽ ലിഉലിൽ അൽബാബ്, ഈ പ്രപഞ്ചത്തിൽ ബുദ്ധിജീവികൾക്ക് ധാരാളം പഠിക്കാനുണ്ട്. ആരാണ് ബുദ്ധിജീവികൾ? അല്ലദീന, അവര് യദ്കുറൂനല്ലാഹ്, അല്ലാഹനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ്, അല്ലാഹനെ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നവരാണ്. ഫിലിം കണ്ടുകൊണ്ടേയിരിക്കുന്ന, സെക്സ് ഫിലിമിന്റെ ബാക്കിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന, വിനോദങ്ങൾ കാട്ടിക്കൊണ്ടേയിരിക്കുന്ന, മ്യൂസിക്കുകൾ മാറുമ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന, ജീവിതത്തിൽ അല്പസമയമെങ്കിലും നമുക്ക് ഡാൻസ് ആടിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റാ, ഒന്ന് ഉല്ലസിക്കണ്ടേ, ഒന്ന് പാട്ടൊക്കെ കേൾക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതം പൊട്ടി ജീവിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ യുഗത്തിൽ ആ പദത്തിന് എത്രമാത്രം അർത്ഥ ഗാംഭീര്യത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആരാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രജ്ഞന്മാർ? ആരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിജീവികൾ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, അല്ലാഹുവിനെ നിന്നിട്ടും ഇരുന്നിട്ടും സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ വഅലാ ജുനൂബിഹിം, അവർ കിടന്നാലും അല്ലാഹനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. കിടന്നിട്ട് സ്മരിക്കും, ഇരുന്നിട്ട് സ്മരിക്കും, നിന്നിട്ട് സ്മരിക്കും. അങ്ങനെ അല്ലാഹനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ്, ഓർത്തുകൊണ്ടേ ഇരിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ഈ ദിക്റുല്ലാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൻ അഹബ്ബ ഷൈഅൻ അക്തറ മിൻ ദിക്രി, ഒരാൾ ഒരു സാധനത്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. ഇനി നേരെ മറിച്ച് നമുക്കൊക്കെ സംഭവിക്കാറുള്ളത് പോലെ ഫഅയ്നുർ റിളാ അൻ കുല്ലി ഐബിൻ ഖലീലത്തുൻ വലാകിന്ന ഐന സഖ്തി തുബ്ദിൽ മസാവിയ, അങ്ങനെയാണ് കവി പറയുന്നത്. വഅയ്നുർ റിളാ അൻ കുല്ലി ഐബിൻ ഖലീലത്തുൻ വലാകിന്ന ഐന സഖ്തി തുബ്ദിൽ മസാവിയ, നീ ഒരു സാധനത്തിനെ സ്നേഹത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ ആ സാധനത്തിലുള്ള നന്മ മാത്രമേ നീ കാണുകയുള്ളൂ. സാധനം മനുഷ്യനാവട്ടെ, പെണ്ണാവട്ടെ, ആണാവട്ടെ, ഏതായാലും വിരോധമില്ല. അതിനെ സ്നേഹിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ അതിലുള്ള നന്മയെ കാണുള്ളൂ, കുറവ് കാണൂല. അതേ സമയത്ത് വലാകിന്ന ഐന സഖ്തി, സുഖ്തൊന്നും വായിക്കട്ടാ, വലാകിന്ന ഐന സുഖ്തി തുബ്ദിൽ മസാവിയ, അഥവാ നീ ഒരാളെ വെറുത്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ, നീ ഒരാളെ വെറുത്തു കഴിഞ്ഞു, ഒരു പെണ്ണിനെ, ഒരു ആടിനെ, ഒരു മനുഷ്യനെ, ഒരു വസ്തുവിനെ നീ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ നീ എന്താണ് കാണുക? കുറവ് മാത്രമേ കാണുകയുള്ളൂ. ഇത് പണ്ട് അറബികൾ പാടിയ പാട്ട് വളരെ അർത്ഥ ഗംഭീര്യത ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ നാം നമ്മുടെ നേതാവിനെ, നമ്മുടെ ശിട്ടാവിനെ, നമ്മുടെ രാജാവിനെ, നമ്മുടെ എല്ലാ നിലക്കും നമ്മെ മാലിക് യൗമുദ്ദീൻ എന്നുള്ള പറഞ്ഞ നമ്മുടെ മാലിക്, യൗമുദ്ദീന്റെ മാലിക്, ആ മാലിക്കിനെ നാം സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റൊന്നിനും സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആ സ്നേഹിക്കുന്ന മാലിക്കായ ജബ്ബാറായ ഖഹാറായ റബ്ബിനെ നാം മറന്നു കളയാൻ പാടുണ്ടോ? ഓർക്കാതിരിക്കാൻ പാടുണ്ടോ? ഈ അള്ളാഹുവിനെ ഓർക്കുക എന്ന ഈ പദം കേൾക്കുമ്പോൾ നമുക്കൊക്കെ കേൾക്കാൻ എളുപ്പമാണ്, എത്ര പ്രാവശ്യം കേട്ടു. പക്ഷെ അത് നാം എന്തെങ്കിലും തെറ്റായ കാര്യം മുമ്പിൽ വരുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി അവിടെ മനസ്സിലാക്കാൻ പറ്റുക. ഒരു പെണ്ണ് പോകുന്നുണ്ട്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു സുന്ദരായ പുരുഷൻ പോകുന്നുണ്ട് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ മുമ്പിൽ വിട്ടു കിടക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹിനെ അവിടെ ഓർക്കുക, അള്ളാഹിനെ ഓർത്തിട്ട് അത് വേണ്ടാന്ന് വെക്കുക. അപ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആ ആവേശം, ഉന്മേഷം, ആസ്വാദനം ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഇത് സത്യവിശ്വാസികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ അള്ളാഹുൽ കെട്ടുറപ്പുള്ള വിശ്വാസമില്ലാത്തവർക്ക് അള്ളാഹിനെ സ്മരിച്ചുകൊണ്ട് നന്മ ഉപദേശിക്കാനോ തിന്മ വിരാധിക്കാനോ തിന്മ വിട്ടു നിൽക്കാനോ അവനെ സഹായിക്കുന്നതല്ല. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹ് തുടർന്നു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, അവർ ചിന്തിക്കും ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ കുറിച്ച്. വിശാലമായ ഇന്നത്തെ ഭാഷയിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, അല്ല കോടി നക്ഷത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടി മീതെ കൂടി വിട്ട് കിടക്കുന്നുണ്ട് എന്ന്
എന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. സുബ്ഹാനല്ലാഹ്, അതെല്ലാം ഒന്നൊന്ന് അങ്ങുമിങ്ങും തട്ടാതെ മുട്ടാതെ അത് ആക്സിഡന്റ് ആവാതെ അതിനെ അള്ളാഹു ഹിട്ടിച്ച് അതേ പദത്തിൽ കൂടി അതേ ഭ്രമണ പദത്തിൽ കൂടി തന്നെ ചലിക്കുകയും ചെയ്യുന്നു. റൂട്ട് തെറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ الشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار كل في فلك يسبحون. ഓരോ ചന്ദ്രനാവട്ടെ നക്ഷത്രനാവട്ടെ സർവ്വതും അതാതിന്റെ ഫലക്കിൽ കൂടി വിട്ട് കിടക്കുന്നു, നീന്തിക്കൊണ്ടേ ഇരിക്കുന്നു. ഇതൊക്കെ കണ്ട് പഠിച്ച് ശരിക്ക് അതിൻ്റെ ദൂരത്തെക്കുറിച്ചൊക്കെ അത്ഭുതപ്പെട്ട് എഴുതുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ലേഖനങ്ങളും അവരുടെ വാക്കുകളും പ്രസംഗങ്ങളും കേട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, അത് നേർക്ക് നേരെ ഇപ്പോൾ നെറ്റിൽ കൂടിയും യൂട്യൂബിൽ കൂടിയും അതുപോലെ തന്നെ വാട്സാപ്പിൽ കൂടിയും ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും റസൂൽ പറഞ്ഞ ആ റിസൾട്ടിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താണ്? സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാതില. അല്ലാഹ് പറഞ്ഞ, റസൂൽ പിന്നെയാണ് പറഞ്ഞത്, അല്ലാഹയാണ് പറഞ്ഞത്. ഇതൊക്കെ കാണുമ്പോൾ അവൻ എന്ത് പറയിപ്പിക്കും? അവൻ അറിയാതെ പറഞ്ഞു പോകും, മാ ഖലഖത ഹാദാ ബാതിലാൻ. അത് ഇന്ന് മക്ക ഇമാമ പറഞ്ഞതുപോലെ മക്ക ഇമാമ പറയുകയുണ്ടായി, ഈ നിരീശ്വരവാദിയെ തന്നെ ഒന്ന് നാം പിടിച്ചു തള്ളിയാൽ, എൻ്റെ ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ തള്ളി നോക്കി പെട്ടെന്ന് വെള്ളത്തിലേക്കോ അപകടത്തിലേക്കോ വീഴാൻ പോകുമ്പോൾ അറിയാതെ ഭഗവാൻ എന്ന് പറയും. മൂപ്പര് ഭഗവാനിൽ വിശ്വസിക്കുന്നില്ല, അറിയാതെ ഭഗവാൻ എന്ന് പറഞ്ഞു. കാരണം ഫിത്രത്തിന്റെ മതമാണ്, മനസ്സിലായില്ലേ? ഫിത്രത്തിന്റെ മതമാണ് ഈ മതം. അപ്പോൾ മനുഷ്യ സഹജമായി ഒരു ദൈവത്തിന്റെ ആവശ്യമുണ്ട്, ഒരു ശിട്ടാവിന്റെ ആവശ്യമുണ്ട് എന്ന് അവൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അറിഞ്ഞിട്ട് അവൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും അറിയാതെ അവൻ പറഞ്ഞു പോകുന്ന യാഥാർത്ഥ്യമാണ് എന്ന് മക്ക ഇമാമ് ഇത് നീട്ടിവലിച്ച് സംസാരിച്ചതായ അള്ളാഹുവിന്റെ ആദാത്തിനെ കുറിച്ചും സിഫാത്തിനെ കുറിച്ചും അഫ്ആലിനെ കുറിച്ചും പറഞ്ഞപ്പോൾ വിശദീകരിച്ചു ഡോക്ടർ ഫൈസൽ അൽ ഗസാവി ഇന്ന് മക്കയിൽ സംസാരിച്ചപ്പോൾ. അതെ, പിന്നെ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ചോദ്യം ഇങ്ങനെ റസൂലുള്ളാഹി ചെയ്യാറുണ്ടായിരുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലദീന ആമനൂ, ഞാൻ സാധാരണ പറയാറുള്ള, നിങ്ങളെ കളിപ്പിക്കാറുള്ള ആയത്താണ്. സത്യവിശ്വാസികളുടെ സ്വഭാവം എന്തായിരിക്കണം? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. സത്യവിശ്വാസികളുടെ ഹൃദയം എങ്ങനെയാണ് സമാധാനിക്കുക? എങ്ങനെയാണ് അവർക്ക് ശാന്തി വീണ്ടെടുക്കാൻ സാധിക്കുക? അവരുടെ മുമ്പിലുള്ളതായ മാനസിക രോഗമാണെങ്കിൽ മാനസിക രോഗം മാറ്റിയെടുക്കാൻ പറ്റുക. ടെൻഷൻ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എത്ര ടെൻഷൻ എന്ന പദം നാം നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടു. എത്ര ആൾ എനിക്ക് തന്നെ ഫോൺ ചെയ്തപ്പോൾ നിങ്ങൾക്കും അങ്ങനെ സംഭവിച്ചിരിക്കാം. എന്താണ് ഈ വർത്തമാനങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്താടോ വർത്തമാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ മൗലവി മഹാ ടെൻഷനിലാണ് ഞാൻ. നാം സാധാരണ കേൾക്കാറുള്ള പദമല്ലേ? അള്ളാഹ് പറയുന്നു, സത്യവിശ്വാസി വിവേകമുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ടെങ്കിൽ, അയാൾ ഭ്രാന്തനല്ലെങ്കിൽ, അയാൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അയാൾ ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് ടെൻഷൻ എന്ന പദം നമ്മുടെ നിഘണ്ടുവിൽ നിന്നിട്ട് നീക്കി വെക്കുക, നമ്മുടെ നിഘണ്ടുവിൽ നിന്നിട്ട് മാറ്റി വെക്കുക. അത് നമുക്ക് പറ്റൂല. കാരണം നാം മക്ക ഇമാം പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്ന ആളാണ്, അള്ളാഹുവിന്റെ ഖളാഇൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ തീരുമാനമാണ് ഇവിടെ നടക്കുക, അതല്ലാതെ നടക്കൂല. അപ്പോൾ നീ അതിൽ വേണ്ടതുപോലെ നിനക്ക് പ്രീതിയില്ല, അള്ളാഹ് കാട്ടിയത് ശരിയല്ല എന്ന് പറയലാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ടെൻഷൻ വരൽ നീ അള്ളാഹിന്റെ ആ ഖദറിനും ഖളാഇനും വിപരീതം ചെയ്യലാണ്, കാട്ടലാണ്. നിന്റെ തൊള്ള കൊണ്ട് കാട്ടിയിട്ടില്ലെങ്കിലും നിന്റെ പ്രവർത്തനം കാട്ടാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, കുട്ടികൾ മരിക്കുമ്പോൾ, ഉമ്മ മരിക്കുമ്പോൾ, വാപ്പ മരിക്കുമ്പോൾ, ഭാര്യ മരിക്കുമ്പോൾ, ഭർത്താവ് മരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നവരെ കുറിച്ച് ഹദീസിൽ നാം ഇവിടെ വിശദീകരിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കുട്ടി മരിച്ചപ്പോൾ ഒരു വ്യക്തി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഇന്നൊക്കെ അൽഹംദുലില്ലാഹ് എന്ന് മരണം കേട്ട ശേഷം പറഞ്ഞ, മരണ വാർത്ത കേട്ട ശേഷം പറഞ്ഞ അടിയുള്ളൂ അല്ലേ? മരിച്ച വാർത്ത കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറയാം. അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് ഇന്നാലില്ല. അൽഹംദുലില്ലാഹ് എന്തേ? അള്ളാഹ് തന്ന കുട്ടി അള്ളാഹ് കൊണ്ടുപോയി. നാം ഉണ്ടാക്കിയതല്ലല്ലോ കുട്ടിയെ, നാം ഉണ്ടാക്കിയതല്ല, നാം ഉദ്ദേശിച്ച സമയത്തല്ല വന്നത്, നാം ഉദ്ദേശിച്ച രൂപത്തിലല്ല വന്നത്, നാം പെണ്ണിനെ ഉദ്ദേശിച്ചത് ആണാ വന്നത്. ഉദാഹരണത്തിന്
അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ വന്നു. അള്ളാഹ് എനിക്ക് തന്ന ഹദിയാണത്. ആ സമ്മാനം അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ മടക്കി കൊണ്ടുപോയി. അൽഹംദുലില്ലാഹ്. അതിലെന്താ? പിന്നെ അതൊരു മുസീബത്താണ്. മുസീബത്തായതുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം അള്ളാഹുവിന്റെ കീഴിലും അവന്റെ അധീനത്തിലുമാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് പോണ്ടി വരും. ഈ കുട്ടി പോയതുപോലെ. ഇങ്ങനെ പറഞ്ഞ ഒരു സഹാബിയെ, ഒരു വ്യക്തിയെ കുറിച്ച് റസൂലുള്ളാഹ് പറയുന്നു, അള്ളാഹു ഒരു മലക്കിനോട് പറയുന്നു, മലക്കേ, അദ്ദേഹത്തിന് ഒരു വീട് തയ്യാർ ചെയ്യുക. ആ വീടിന് പേര് വെക്കുക. എന്താണ് പേര്? ഹംദ്. ഹംദ് ഹംദ് എന്നാണ് ആ വീട്ടിന്റെ പേര്. അതിന് നിങ്ങൾ പേര് വെക്കുക. എന്താണ്? വീട് ഹംദിന്റെ വീട് എന്ന് പേര് വെക്കുക. സ്തുതി അള്ളാഹുവിന്, അള്ളാഹു സ്തുതിയർഹനാണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തോടെ സ്ഥാപിച്ചു. ആ അപകടം പിടിച്ച മേഖലയിൽ വരെ സ്ഥാപിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. സുബ്ഹാനല്ലാഹ്. അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞ ശൈലി, അല്ലദീന ആമനൂ, ഒരാൾ സത്യവിശ്വാസിയാണെങ്കിൽ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അവന്റെ ഹൃദയം അള്ളാഹുവിനെ സ്മരിക്കലിലൂടെ സമാധാനിക്കുന്നു. അലാ, അറിയണം ലോകമേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ സ്മരിക്കലിലൂടെ മാത്രമാണ് ഹൃദയത്തിന് സമാധാനം വരിക. അല്ലാതെ എത്ര തന്നെ ഏത് മ്യൂസിക് കേട്ടാൽ, അത് യൂറോപ്യൻ മ്യൂസിക് ആവട്ടെ, അമേരിക്കൻ മ്യൂസിക് ആവട്ടെ, പാശ്ചാത്യൻ മ്യൂസിക് ആവട്ടെ, ഇന്ത്യൻ ഗാനമാവട്ടെ, എന്ത് കേട്ടാലും വരുന്ന ആ ടെൻഷൻ മാറി കിട്ടുക തന്നെയില്ല. ടെൻഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. എത്ര ഫിലിം കണ്ടാൽ, എത്ര വിനോദം ചെയ്താൽ, എത്ര പാട്ട് കേട്ടാൽ, എത്ര മ്യൂസിക് കേട്ടാൽ മുമ്പുള്ളതിനേക്കാളും ടെൻഷൻ വർദ്ധിക്കലല്ലാതെ ടെൻഷൻ കുറഞ്ഞു കിട്ടുകയില്ല. അലാ, അറിയണം ലോകമേ, വിധിക്കലില്ല, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവുക. അള്ളയാണ് പറയുന്നത്. അള്ളയാണ് ശക്തികളെ സൃഷ്ടിച്ചത്. അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ശക്തികൾക്ക് എങ്ങനെയാണ് അവർക്ക് പിടിച്ച രോഗങ്ങൾ മാറ്റാനുള്ള മാധ്യമങ്ങളെന്ന്. അപ്പോൾ ഹൃദയത്തിന് സമാധാനം. ലോകത്തിൽ, വേൾഡിൽ പേര് കേട്ട രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിന്റെ ഭാര്യ വരേക്കും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി 2 തവണ പരിശ്രമിച്ച വാർത്ത ആ കാലഘട്ടത്തിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. നിങ്ങളും കണ്ടിരിക്കാം. അപ്പോൾ എത്ര തന്നെ ലോകത്ത് പേരും പെരുമയും ഉണ്ടായാലും ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പ്രപഞ്ചത്തിന് നാഥനുമായി ടച്ചില്ലെങ്കിൽ, ഈ പ്രപഞ്ചത്തിന്റെ ശിട്ടാവുമായി ബന്ധമില്ലെങ്കിൽ. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു സമാധാനിപ്പിക്കുന്നു. അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി തൂബാ ലഹും വഹുസ്നു മആബ. സത്യവിശ്വാസികളായതോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാരുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹനെ മാത്രമാണ് ആരാധിക്കുന്നത്, അള്ളാഹ്ക്ക് മാത്രമാണ് നേർച്ചയാക്കുന്നത്, അള്ളാഹ്ക്ക് മാത്രമാണ് അറക്കുന്നത്, ജീവിക്കുന്നത്, മരിക്കുന്നത്. വജ്ഹത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന പദം, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധന, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായാർത്ഥന എന്നത് സ്ഥാപിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അള്ളാഹു പറയുന്നു, അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി തൂബാ ലഹും. എന്തോരു വിജയമാണ് അവർക്ക്, നല്ലൊരു വിജയമാണ് അവർക്ക്. വഹുസ്ന മആബ്, നല്ലൊരു മടക്കവുമാണ് അവർക്ക്. അതാണ് സ്വർഗലോകം. തൂബ എന്ന വാക്കിന് മുഫസ്സിറുകൾ ഒരു സ്വർഗത്തിന്റെ പേരാണ് എന്നിവരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, മക്ക ഇമാം ഇന്ന് സ്ഥാപിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരത്തി വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ അസ്തിത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടി സത്യനിഷേധികളായ മുൽഹിദീങ്ങളായ അള്ളാഹുവിനെ എതിർക്കുന്ന, അള്ളാഹു ഇല്ല എന്ന്, ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന നിരീശ്വരവാദികൾ, നിർമ്മതവാദികൾ, അവർക്കൊക്കെ ചുട്ട മറുപടി എന്നോണം മക്ക ഇമാം സംസാരിക്കുകയായിരുന്നു. ചോദിക്കുകയാണ് അല്ലാഹു, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അവരോട് ചോദിച്ചു നോക്കൂ. എന്ത്? ഈ നിരീശ്വരവാദികളോട് ചോദിച്ചു നോക്കൂ, നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ഒന്നുമില്ലാതെ പ്രകൃതിയുടെ വികൃതിയായിട്ട് ഇങ്ങനെ നിങ്ങളും നിങ്ങളുടെ ഉമ്മയും വാപ്പയൊക്കെ ഭൂമിയിലേക്ക് വന്നതാണോ? മിൻ ഗൈരി ശൈഇൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ വികൃതി, മനസ്സിലായില്ലേ? ഇങ്ങനെ പ്രകൃതിയാൽ ഇങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ വല്ലതും സംഭവിക്കുമോ? ആരെങ്കിലും വേക്ക് പ്രവർത്തിക്കാതെ ഇവിടെ ഒന്നും ചലിക്കൂല. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ, ഒരു സാധനമില്ലാതെ പ്രകൃതിയുടെ വികൃതിയായിട്ട് നിങ്ങൾ ഉണ്ടായതാണോ? ആദ്യത്തെ ചോദ്യം.
പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഇനി അം ഖലഖുസ് സമാവാതി വൽ അർള്, ഈ കാണുന്ന ആകാശഭൂമികളെ അവരാണോ സൃഷ്ടിച്ചത്? അങ്ങനെ വാദിച്ചു ആരെങ്കിലും? ഞാൻ നിന്റെ ഇലാഹ് ഞാനാണെന്ന് പറഞ്ഞ ആ ഫറോ വരെ ആകാശഭൂമിയെ സൃഷ്ടിച്ചു ഞാനെന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ല. കാരണം പച്ചക്കള്ളാന്ന് നീ പറയുന്നത് കേട്ട മനുഷ്യന്മാർക്ക് അറിയുമല്ലോ, ഇല്ലേ? അപ്പോൾ ഫറോ വരെ വാദിച്ചിട്ടില്ല. അല്ലാഹ് ചോദിക്കുന്നു, അം ഖലഖുസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയെ അവരാണോ സൃഷ്ടിച്ചത് എന്ന് അവർക്ക് വാദമുണ്ടോ? നിരീശ്വരവാദികളെ, നിർമ്മതവാദികളെ, കമ്മ്യൂണിസ്റ്റുകാരെ. അള്ളാന്റെ ചോദ്യമാണ് മുൽഹിദീങ്ങളോട്. അം ഖലഖുസ് സമാവാതി വൽ അർള് ബൽ ലാ യൂഖിനൂൻ, അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. എന്തൊക്കെ പറയാണ്, തോന്നിയത് പറയാണ്. തോന്നിയത് ഇങ്ങനെ പറയാണ്. ദേഹിച്ച അവരോട് വഹി നൽകുന്നത് പറയാണ്, അത്രയേ ഉള്ളൂ. വേറെ ആയത്തിൽ അള്ളാഹ് മറുപടി നൽകുന്നു, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളയാണ് ഇതിനെയെല്ലാം സൃഷ്ടിച്ചത്. ഇത് രണ്ടിനും മറുപടിയില്ല. രണ്ടിനും മറുപടി പറയാൻ ലോകത്തിന് സാധിക്കുന്നതുമല്ല. അപ്പോൾ അവിടെ അള്ളാഹു തന്നെ മറുപടി ഏറ്റെടുക്കുന്നു. അള്ളാഹു ആണ് ഇത് മുഴുവനും സൃഷ്ടിച്ചത്, നിന്നെ സൃഷ്ടിച്ചത്. അതും അള്ളാഹ് ഇന്ന് മക്ക ഇമാം പറഞ്ഞതുപോലെ അള്ളാഹ് ഖുർആനിൽ എങ്ങനെയാണ് മനുഷ്യ സൃഷ്ടിപ്പിനെ പള്ളയിൽ കൂടി ഉമ്മയുടെ പള്ളയിൽ നിന്നിട്ട് സൃഷ്ടിച്ച ശൈലി, അതിന്റെ ഖദർ എങ്ങനെയായിരുന്നു, എല്ലാം അള്ളാഹിന്റെ മുമ്പിൽ ഖദറിൽ കൂടിയാണ് നടക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിൽ ഖദർ എന്നതിന്റെ അർത്ഥം പണ്ടത്തതിനേക്കാൾ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ച കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ഖദർ എന്ന പദം അവര് നാം അത് ക്ലിപ്തമാക്കിയിട്ടുണ്ട്. അവർ ചെയ്ത ക്രൂര കൃത്യത്തെ, ചലനങ്ങളെ, അനക്കങ്ങളെ, ആട്ടങ്ങളെ, പെരുമാറ്റങ്ങളെ, സംസാരങ്ങളെ, വാക്കുകളെ, എഴുത്തുകളെ, ഇതെല്ലാം നാം അതിനെ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. അവർ മറന്നുപോയി. നമുക്ക് ഇന്നലെ എന്താ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചെന്ന് ചോദിച്ചാൽ അറിയില്ല. മിനിയാന്ന് രാത്രി എന്താണ് നാം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എത്തുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല, അല്ലേ? അല്ല പറയുന്ന അവര് ഇവിടെ വന്നേടെ മുതൽ പോകുന്നത് വരെ ചെയ്ത സർവ്വതും ഇവിടെ ഇതുപോലെ വീക്ഷിക്കുന്ന ഒന്നും തന്നെ ഇല്ല. ഇവിടെ നാം ഇപ്പോൾ നെറ്റ് യുഗത്തിലും കമ്പ്യൂട്ടർ യുഗത്തിലും ആയതുകൊണ്ട് ഈ യാത്ര പോകുമ്പോഴൊക്കെ വഴിയിൽ കാണും റാഡാർ നിങ്ങൾ വീക്ഷിക്കുന്നു എന്നൊക്കെ, അല്ലേ? റാഡാർ വീക്ഷിക്കുന്നു, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? റാഡാർ വീക്ഷിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഈ ഹിസാമ് കൂടി ധരിച്ചില്ലെങ്കിൽ റാഡാർ കാണും. അപ്പോഴോ കാശ് കൊടുക്കേണ്ടി വരും. 150 റിയാലാണ് ഒരാൾ ബെൽറ്റ് കെട്ടിയില്ലെങ്കിൽ, അല്ലേ? 150 റിയാൽ. അഥവാ സ്പീഡ് കൂടിയാലും 300 റിയാലാണ്. ഇതൊക്കെ എന്താ കാണുന്നത്? ക്യാമറയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? അതൊക്കെ നിശ്ചലമാവാൻ സാധ്യതയുണ്ട്. എത്ര ക്യാമറ ഇവിടെ ഇഷാറയുടെ സിഗ്നലിന്റെ പരിസരത്തിൽ നിശ്ചലമായിട്ട് നാം കണ്ടു. അത് നിശ്ചലമാവാൻ സാധ്യതയുണ്ട്, മനസ്സിലായില്ലേ? അള്ളാഹു ഓരോ നിമിഷത്തിലും നിന്റെ ഹൃദയത്തിൽ ഉദിക്കുന്നതും എന്നിട്ട് നീ ചിന്തിക്കുന്നതും നീ ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുന്നതും എല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നവനാണ്. അവരും മറന്നു, നാം ക്ലിപ്തമാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ കഴിവ് കൽപ്പിനെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യന് അവന്റെ നമസ്കാരത്തിൽ ആവേശമുണ്ടായിരിക്കും, അവന്റെ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടായിരിക്കും, ഭക്തിയുണ്ടായിരിക്കും, ഖുദൂ ഉണ്ടായിരിക്കും. അതാണ് ഇന്ന് മക്ക ഇമാം പറഞ്ഞതിന്റെ റിസൾട്ട്. നാം അള്ളാഹുലുള്ള വിശ്വാസമുള്ളവരാണെന്ന് വാദിച്ചാൽ പോരാ, ആ വിശ്വാസം നമ്മുടെ പ്രവർത്തനത്തിൽ കുറിക്കണം, കാണണം. അതാണ് നമ്മുടെ നിർബന്ധം. നമ്മളിൽ ഈ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഉണ്ടാവേണ്ടത് എന്ന് അദ്ദേഹം വിവരിച്ചതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ്. മദീന മിമ്പറിൻ്റെ മീതെ എൻ്റെ ഓർമ്മയിൽ, ഞാനിവിടെ വന്നിട്ട് 46 കൊല്ലമായി, എൻ്റെ ഓർമ്മയിൽ മദീന മിമ്പറിൻ്റെ മീതെ മക്ക ഇമാമായ സുദൈസ് ആദ്യമാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആവേശം കൊണ്ട് മദീനയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. മസ്ജിദ് നബവിയുടെ പ്രത്യേകതയാണ് സംസാരിച്ചത്. അപ്രകാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷം കൊള്ളുന്നതായ ആ സ്ഥലത്ത് താമസിക്കാനും ആ സ്ഥലത്ത് മുജാവറ ആ നാട്ടിൽ നടത്തുവാനും ഉള്ളതായ ചാൻസ് കിട്ടിയ നിങ്ങളെപ്പോലത്തെ ഇവിടെ വന്നവരാവട്ടെ, ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവരാവട്ടെ, നിങ്ങളുടെയൊക്കെ പ്രത്യേകത എത്ര മാത്രമുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. അത് നാം മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ഇവിടെ വരാത്ത, ഇവിടെ താമസിക്കാത്തവർക്കാണ് എന്ത് മനസ്സിലാക്കാൻ പറ്റുക? പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കുക. അതേസമയത്ത് എന്നും കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നാം അതിൻ്റെ ഇത് നഷ്ടപ്പെടും. എന്നും
കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ, കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ, പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ മസ്ജിദ് നബവിയുടെ പ്രത്യേകത ആദ്യമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ കൊല്ലത്തിൽ പ്രാവശ്യം കാണുന്ന, അല്ലെങ്കിൽ ഉംറയ്ക്ക് വരുമ്പോൾ, ഹജ്ജിന് വേണ്ടി വരുമ്പോൾ, സിയാറത്തിന് വേണ്ടി വരുമ്പോൾ കാണുന്ന ആൾക്കാർക്കുണ്ടാകുന്ന വികാരം ഇവിടെ സ്ഥിരതാമസമുള്ള നമ്മെ പോലത്തവർക്ക് ഉണ്ടായിക്കോളണമെന്നില്ല. അതുകൊണ്ട് മക്ക ഇമാമ് ഇന്ന് മദീനയുടെ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് പ്രസംഗിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഖുതുബ ആരംഭിച്ചത്. അതിന് അതിൻ്റെതാകുന്ന മാനയുണ്ട്. സാധാരണ നാം കേൾക്കുന്ന ശബ്ദമല്ല അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മിമ്പറിന്റെ മീതെ എന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മിമ്പറിന്റെ മീതെ സംസാരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയതിൽ അദ്ദേഹം അഭിമാനിച്ചതുപോലെ, അല്ലെങ്കിൽ അഭിമാനിക്കണം പറയേണ്ടതില്ല. അതുകൊണ്ടാണ് ഇന്ന് ഡോക്ടർ അബ്ദുറഹ്മാൻ സദയ്യിസ് സംസാരിച്ചപ്പോൾ മദീനവാസികളെ പുകഴ്ത്തി വാഴ്ത്തി, മദീനയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയവരെ പുകഴ്ത്തി വാഴ്ത്തി, മദീനയിൽ താമസിക്കുന്നവർക്കുള്ളതായ പ്രത്യേകതകൾ എണ്ണിപ്പറഞ്ഞു. അക്കൂട്ടത്തിൽ അവര് ഇവിടെ താമസിക്കാൻ അള്ളാഹു ചെയ്തതായ വിശാലമായ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി പാടുപെടേണ്ടത് അദബ് കാട്ടുക, മദീനയിൽ താമസിക്കുമ്പോഴുള്ള മര്യാദ പുലർത്തുക. ആ മര്യാദ മദീനയുടെ പ്രത്യേകത മനസ്സിലാക്കിയാലാണ് മദീനയ്ക്ക് നാം സമർപ്പിക്കേണ്ട മര്യാദ മനസ്സിലാക്കാൻ സാധിക്കുക. ആ മര്യാദയിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് ആ ഭൂമിയിൽ അന്ത്യവിഷം മുകളുന്ന നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി കൊണ്ടുവന്ന മതത്തിൽ കരിഞ്ചെന്ന് ചേർക്കാതിരിക്കുക. ഇമാമ് മദീന മിമ്പറിന്റെ മീതെ ഊന്നി പറഞ്ഞ വിഷയമാണത്. ബിദ്അത്ത് ചെയ്യരുത് നിങ്ങൾ മദീനയിൽ. ഇസ്ലാമിലില്ലാത്ത ആനപ്പോക്ക്, സന്തലുപോക്ക്, അല്ലാത്ത ആളെ വിളിച്ച് പ്രാർത്ഥിക്കൽ, കബർ കെട്ടിപ്പൊക്കലുകൾ, അള്ളാഹുവിനെ തരം താഴ്ത്തൽ, കാശിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരോട് അള്ളാഹിനെ തുല്യപ്പെടുത്തൽ, ഔലിയാക്കന്മാരെന്ന് പറഞ്ഞിട്ടോ അബ്യാക്കന്മാരെന്ന് പറഞ്ഞിട്ടോ അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടികളോട് ഒരിക്കലും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അള്ളാഹ് വേറെ, സൃഷ്ടികൾ വേറെ. നബിമാരായിരുന്നാലും ഒലിമാരായിരുന്നാലും അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അവരുടെ ഹിസ്റ്ററി പഠിക്കുക, അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കാൻ വേണ്ടി പാടുപെടുക. എന്നിട്ട് അവരെങ്ങനെ അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു, അതുപോലെ നാമും അടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. അപ്പോഴാണ് അവരോടുള്ള സ്നേഹം ശരിക്ക് സ്ഥാപിച്ച ആളായി മാറുള്ളൂ. അതുകൊണ്ട് ഈ ശൈലിയാണ് ഇന്ന് മക്ക ഇമാമ് മദീന മിമ്പറിന്റെ മീതെ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ബിദ്അത്ത് ചെയ്യരുത്. എന്തേ? റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയിലാണ് ഹദീസ്, മുസ്ലിമിലാണ് ഹദീസ്. എന്താണ് ഹദീസ്? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ നിങ്ങളോട് സാധാരണ പറയാറുള്ള ഹദീസാണ്. മദീന കവാടങ്ങളിൽ, വിശുദ്ധ മദീനയിലേക്ക് വരുന്ന കവാടങ്ങളിൽ പഴയ കാലഘട്ടത്തിൽ ആ ഹദീസ് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു. അതെന്താണ്? അൽ മദീനതു ഹറമുൻ മാ ബൈന ഐരിൻ വസൗറ. ഐറ് കുന്നിന്റെയും സൗറ് കുന്നിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് മദീന എന്നാൽ. മൻ അഹദസ ഫീഹാ ഹദസൻ, അതിൽ ആരെങ്കിലും റസൂലുള്ളാഹി കൊണ്ടുവരാത്ത എന്തെങ്കിലും ബിദ്അത്ത് ചെയ്താൽ, എന്തെങ്കിലും അനാചാരം ചെയ്താൽ, അത് ചെറിയ തെറ്റായിരുന്നാലും വലിയ തെറ്റായിരുന്നാലും, തെറ്റല്ല പറയുന്നത്, ബിദ്അത്താണ്. തെറ്റ് ചെയ്യുന്നവരൊക്കെ ഇവിടെ ധാരാളമുണ്ട്. അള്ളാഹു ഉദ്ദേശിക്ക് പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ച ആൾക്ക് പുറത്തു കൊടുക്കൂല, പരലോകത്ത് ശിക്ഷിക്കും. ഇത് റസൂല് ചെയ്യാത്ത ഒരു ബിദ്അത്ത്, റസൂല് മതത്തിലുണ്ട് എന്ന് പറയാത്തത് നാം എന്ത് ചെയ്യുക? കൂട്ടിച്ചേർക്കുക. ആരെങ്കിലും കേരളത്തിൽ മരിച്ചത് കേട്ട അപ്പം തന്നെ പായസം ഉണ്ടാക്കി. ഈ പായസം ഉണ്ടാക്കിയിട്ട് ആരടാ തിന്ന? ഈ പള്ളട്ടയാക്കി ജീവിക്കുന്ന പണക്കാരൻ. മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്യുന്ന പേരും പറഞ്ഞിട്ട് പായസം ഇവിടെ ഉണ്ടാക്കിയിട്ട് തീറ്റുന്ന ആരാണ്? മാസം പ്രതി 10,000, 5,000, 2,000, 3,000 റിയാൽ സമ്പാദിക്കുന്ന മുസ്ലിയാരും മൗലവിയും അതുപോലെ തന്നെ ആ കഴിവുള്ളവരുമാണ്. എന്നിട്ട് ഇത് ദീനിന്റെ ഒരു മരിച്ചവർക്ക് വേണ്ടിയല്ല. അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ധർമ്മം ചെയ്യാൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. സമയം നിർണയിച്ചിട്ടല്ല, എപ്പോഴും ധർമ്മം ചെയ്യാം. ധർമ്മമായിരിക്കലപ്പോഴാണ് അതിന് അർഹപ്പെട്ടവർ കൊടുക്കുമ്പോഴാണ്. പണക്കാർക്ക് കൊടുക്കാൻ ധർമ്മമില്ല. പണക്കാർക്ക് കൊടുത്താൽ അത് ഹദിയായിട്ടാ മാറാം. മനസ്സിലായില്ലേ? ഈ പണക്കാര് ഹദിയ അല്ലാതെ ധർമ്മം വാങ്ങാനും പാടില്ല. ശ്രദ്ധിക്കുക. മക്ക മദീന ഹറമിന്റെ പരിസരത്തിൽ ചോറിങ്ങനെ ചെമ്പിൽ വെച്ചിട്ട് വിളമ്പാറുണ്ട്. അതിൽ 2 ഇനമുണ്ട്. ഒന്ന് റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇനം, അത് എല്ലാവർക്കും കഴിക്കാം. നോമ്പ് തുറപ്പിക്കൽ സുന്നത്താണ്. അതല്ലാതെ ധർമ്മം ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ച് ചോറ് വിളമ്പാറുണ്ട്. അത് നിന്റെ വീട്ടിൽ നിന്റെ ശമ്പളം നിന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് ചോറ് തിന്നാൻ മാർഗമുണ്ടെങ്കിൽ നീ ആ ചോറ് വാങ്ങാൻ നിൽക്കരുത്. അത് അതിൻ്റെ അവകാശികൾക്ക് വിട്ടുകൊടുക്കുക. മനസ്സിലായില്ലേ? അത് നിനക്കുള്ളതല്ല. അത് സദഖയാണ്. സദഖ കൊടുത്ത ആൾക്ക് കൂലി കിട്ടണമെങ്കിൽ സദഖക്ക് അർഹപ്പെട്ട ആൾ വാങ്ങണം.
മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളതാണോ നാം പായസം ഉണ്ടാക്കിയിട്ട് ഒരാൾ മരിച്ച വാർത്ത കേൾക്കുമ്പോൾ കാട്ടാറുള്ളത്? അല്ല, ഒരു ചടങ്ങ് നിർവഹിക്കുക എന്നുള്ളതാണ്. ഈ ചടങ്ങ് റസൂൽ ഒഴിപ്പിച്ചിട്ടുണ്ടോ എന്ന് പഠിക്കണം. റസൂൽ കിടക്കുന്ന നാട്ടിലല്ല നീ, റസൂൽ അന്ത്യവിഷമുള്ള നാട്ടിലല്ല നീ. അപ്പോൾ റസൂൽ ചെയ്യാത്തത് ചെറിയ കാര്യം പറഞ്ഞത്. അതുപോലെ എത്ര എത്ര നൂലാമാലകൾ നമ്മുടെ നാട്ടിൽ പണ്ട് ഇറാനിൽ നിന്നിട്ട് 300 കൊല്ലം 400 കൊല്ലം മുമ്പ് കടന്നു വന്ന മൗലൂദുകളും റാത്തിബോളും കൊണ്ട് ഈ മദീനത്തുനിന്ന് പോയതല്ല, മക്കത്തുനിന്ന് പോയതല്ല. മക്കത്തും മദീനത്തും റസൂൽ കൊണ്ടുവന്ന ദീനിൽ അതില്ല. അങ്ങനെയുള്ളതായ നൂലാമാലകൾ കേരളത്തിൽ നിന്നിട്ട് അച്ചടിച്ച് അതേ പുസ്തകം കൊണ്ടുവന്നിട്ട് പേറിയിട്ട് ഇവിടെ നിന്നിട്ട് പാടും. എന്തെല്ലാം പ്രഹസനം! പ്രഹസനത്തിലെ കോലം ഞാൻ പറയാറുണ്ട്. ഞാൻ ഹറമിന്റെ തൊട്ട് താമസിച്ച കാലഘട്ടമുണ്ട്, ഒരു 40 കൊല്ലം മുമ്പ്. അപ്പോൾ ഹറമികൾ അവിടെ മൗലൂദ് നടത്താണ്. മൗലൂദ് നടത്തുമ്പോൾ ഞാൻ വേക്കിൽ കൂടി വിട്ടെടുക്കാണ്, അവരുടെ വീട്ടിന്റെ മുമ്പിൽ കൂടി. അപ്പോൾ ഞാൻ കേട്ടു ഞാൻ അവർ പറയുന്ന വാക്കായിട്ട് പുസ്തകത്തിലുള്ളത് വായിക്കാണ്. യാ റബ്ബി വദ്ദീനൽ മദീന, യാ റബ്ബി വദ്ദീനൽ മദീന. എന്താണ് പറയുന്ന മനുഷ്യൻ? അറബിയാണ്. മൂപ്പർക്ക് അറിയാം എന്താ പറയുന്നത്. റബ്ബെ എന്നെ നീ മദീനയിലേക്ക് കൊണ്ടോടേ റബ്ബെ, എന്നെ നീ മദീനയിലേക്ക് കൊണ്ടോടേ റബ്ബെ, റസൂലുള്ളാഹിന്റെ നാട്ടിലേക്ക് എത്തിക്കണേ റബ്ബെ. അതിന്റെ അർത്ഥം മൂപ്പര് എവിടെ ഇരിക്കുള്ളത്? മദീനത്തുള്ളത്. മദീനത്തുള്ളതാണ് മൂപ്പര്. അതിങ്ങനെ ഒരു ഇബാദത്തായി ആരാധനയായി ആ ചടങ്ങായിട്ട് ഇങ്ങനെ പാടുക. ഇത് മറ്റാൾ ഏറ്റു പാടാ. ഇത് മൗലൂദാണ്, ഹദ്റമികളുടെ മൗലൂദാണ്. ഈ ഹദ്റമികൾ കൊണ്ടുവന്നതാണ്. ഹദ്റമികൾ നിങ്ങൾ അറിയില്ലേ? യമനികൾ അവർ കൊണ്ടുവന്നതാണ് കേരളത്തിൽ കേരളത്തിലുള്ളതായ അനാചാരങ്ങളൊക്കെ. മിക്ക അനാചാരങ്ങളും അവരിൽ കൂടി വന്നതാണ്. അവിടുന്ന് വന്ന നന്മയിൽപ്പെട്ടതാണ് ഷാഫി മദബ് അവരിൽ നിട്ടെത്തി. കാരണം ഷാഫി ഇമാമിന്റെ മദബിനെയാണ് അവർ പിൻപറ്റിയത്, ആര്? യമനികൾ. അതുകൊണ്ട് കേരളത്തിൽ ഷാഫി മദബിന്റെ വലിയ പ്രചാരമാണ്. അതേ സമയത്ത് അതോടുകൂടി കരിഞ്ചന്തയും വന്നു. അതെന്താണ്? ദീനിലില്ലാത്തതായ നൂലാമാലകൾ, ഹദ്ദാദ് റാത്തീബുകൾ, ഇസ്ലാമിലില്ലാത്ത, ഇസ്ലാം പഠിപ്പിച്ചതായ ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ അത് ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, സഹാബാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളോട് ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ സഹാബാക്കളെ ബാക്കിൽ കൂടണം, സഹാബാക്കൾ ജീവിച്ചതുപോലെ ജീവിക്കണം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റൂല. സ്വർഗം എന്ന് പറഞ്ഞാൽ ആലയല്ല. ആല പശുവിനും കിടക്കാം, ആടിനും കിടക്കാം, പോത്തിനും കിടക്കാം, കഴുതയ്ക്കും കിടക്കാം. അതാണ് ആലന്റെ സ്വഭാവം. ആലയല്ല സ്വർഗം. സ്വർഗം എന്നൊക്കെ വെച്ചാൽ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ ചോദ്യങ്ങളുണ്ട്, ചോദ്യത്തിന് മറുപടിയുണ്ട്. ആ മറുപടിയൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് വേണ്ടി വരും? അവിടെ ചോദിക്കപ്പെടും, റസൂലുള്ളാഹി ചെയ്തത് പോലെയാണോ നീ ചെയ്തത്? സഹാബാക്കൾ കാട്ടിയത് പോലെയാണോ കാട്ടിയത്? മുഅ്മിനീങ്ങളുടെ ബാക്കിൽ ഞാൻ നടന്നോ? ഈ ചോദ്യത്തിനൊക്കെ മറുപടി ഇല്ലെങ്കിൽ അവിടെ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റൂല. ഇതൊക്കെ അല്ലാഹു ഖുർആനിലൂടെ ആദ്യം, പിന്നെ റസൂലുള്ളാഹി അതിന്റെ വിശദാംശമായിട്ട് ഹദീസിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. എന്നല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണം ജീവിച്ചാൽ എന്തായി മാറുന്നതല്ല, ഇത് സുന്നത്തായി മാറുന്നതല്ല. അതാണ് മദീനയിൽ മക്ക ഇമാം പ്രസംഗിച്ചപ്പോൾ വീണ്ടും മടക്കി പറയുന്നു. ദൂരെ നിന്ന് ശബ്ദം കേൾക്കുന്നവരെന്താ മദീനയിൽ മക്ക ഇമാമെന്ന് മനുഷ്യൻ പറഞ്ഞു. അയാൾക്ക് പറഞ്ഞ തെറ്റിപ്പോയതാണോ? മക്ക ഇമാമാണ് ഇന്ന് മദീനയിൽ പ്രസംഗിച്ചത്. മദീനയിൽ മക്ക ഇമാം ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഇന്ന് വിശദീകരിച്ചതിന്റെ മെയിൻ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാട്ടുകാരെ, റസൂലുള്ളാഹിന്റെ നാട്ടിൽ വന്ന് താമസിക്കുന്നവരെ, റസൂലുള്ളാഹിനോടുള്ളതായ ആ റസൂലുള്ളാഹിനുള്ള സ്നേഹം നിങ്ങൾ സ്ഥാപിക്കാനും ഈ നാട്ടിനോട് നിങ്ങളുള്ളതായ ആ മര്യാദ പുലർത്താനും നിങ്ങൾ ആദ്യമായി കാട്ടേണ്ടത് റസൂലുള്ളാഹിനോട് നിങ്ങൾ മാറുകാട്ടരുത്. റസൂലുള്ളാഹി ചെയ്യാത്തത് ചെയ്യരുത്, ബിദ്അത്ത് ചെയ്യരുത്. എന്തേ? റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മൻ അഹ്ദസ ഫീഹാ ഹദസൻ മൻ ആവാ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ആരെങ്കിലും ഇവിടെ ദീനിലില്ലാത്ത വല്ല ബിദ്അത്ത് ചെയ്താൽ, അല്ലെങ്കിൽ ബിദ്അത്ത് ചെയ്യുന്നവർക്ക് ഇവിടെ അഭയം നൽകിയാൽ, നീ ബിദ്അത്ത് ചെയ്തിട്ടില്ല, പക്ഷേ വിദേഹത്ത് ചെയ്യുന്ന, ശിർക്ക് ചെയ്യുന്ന, അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, തോന്നിവാസി ചെയ്യുന്ന ആൾക്ക് നീ വിസ ഉണ്ടാക്കി കൊടുത്ത് അവരെ ഇവിടെ കൊണ്ടുവന്നു, എന്നിട്ട് അയാൾക്ക് താമസിക്കാൻ ചാൻസ് കൊടുത്ത്. അതാണ് ആവാ മുഹദീസൻ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആ തോന്നിവാസം ചെയ്യുന്നവരെ ഇവിടെ വരാനുള്ള ചാൻസ് നീ കൊടുത്താൽ ആവാ മുഹദീസൻ, എന്താ സംഭവിക്കുക? ബുഖാരിയാണ്, മുസ്ലിമാണ്. മുസ്ലിമിൽ ബുഖാരിയുള്ള ഹദീസാണ്. ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹു അവനെ ശപിക്കട്ടെ, വൽ മലായിക, മലക്കുകളെ ശപിക്കട്ടെ, വന്നാസി അജ്മഈൻ, ആ സകലൻ ജനങ്ങളുടെ ശാപം അവനിൽ ഉണ്ടാവട്ടെ. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫുൻ വലാ അദ്ലുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നിട്ട് സ്വീകരിക്കുന്നതല്ല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല എന്നുണ്ട്, ലാ യഖ്ബലു മിൻഹു സർഫുൻ വലാ അദ്ലുൻ എന്നുമുണ്ട്. ഈ രണ്ട് രൂപവും ഹദീസിൽ വന്ന രൂപം തന്നെയാണ്. അവനിൽ നിന്നിട്ട് അല്ലാഹ് ഫർദോ സുന്നത്തോ ആയ ഒരു അമലും സ്വീകരിക്കുന്നതല്ല.
ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കിടക്കുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പണ്ട് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് ചൊല്ലിയതായ പദ്യങ്ങളാണ് അയാൾക്ക് പിന്നെ അയാളുടെ സ്മരണയിൽ വന്നത്. അതുകൊണ്ട് ഇന്ന് ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് മദീന മിമ്പറിന്റെ മീതെ സംസാരിച്ചപ്പോൾ വഹൽ അദലതി യൗമൻ, അയാൾ പറഞ്ഞ പദ്യം പറയാം. ബിതൈബത റസ്മുൽ ലിർറസൂലി വമഅഹദു മുനീറുൻ വഖത്താഫുർ റുസൂമു വതഹമുദു. ഈ തൈബയിൽ, നിങ്ങളിരിക്കുന്ന ഈ നാട്ടിൽ അന്തിഭശം കൊള്ളുന്നത് ലോക നബിമാരുടെ നേതാവായ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഇവിടെ സ്ഥാപിച്ചതായ യൂണിവേഴ്സിറ്റിയാണ്, അഥവാ മഅഹദാണ്. മഅഹദ് എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായ ഇസ്ലാമിൻ്റെ ആദ്യത്തെ ക്യാപിറ്റലായ തലസ്ഥാന നഗരമായ ആദ്യത്തെ പാർലമെൻറ്റായ അസംബ്ലിയായ ദർസായ പള്ളിയായ കോളേജായ എല്ലാമായ ആ സ്വർഗത്തോപ്പ് അതിവിടെയുണ്ട്. അത് പ്രകാശിക്കുന്നുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ലോകം സ്മരിക്കുന്നതായ അടയാളങ്ങളും ഇവിടെ ഉണ്ട്. മായാത്ത മങ്ങാതെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വലാ തംതഹിൽ ആയാതു മിൻ ദാരി ഹുർമത്തിൻ ബിഹാ മിൻബറുൽ ഹാദി അല്ലദീ കാന യസ്ഉദു. റസൂലുള്ളാഹ് പോയേട മുതൽ 1400 പരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് വരെ മായാതെ മങ്ങാതെ റസൂൽ കയറി നിന്നതായ മെമ്പർ അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇത് പണ്ട് ഓതിയത് ചൊല്ലിയതാരാണ്? റസൂലുള്ളാഹിന്റെ സ്പെഷ്യൽ കവിയായ, റസൂലുള്ളാഹി വഫാത്തായ ശേഷം റസൂലുള്ളാഹിന്റെ സ്പെഷ്യൽ കവിയായ ഹസ്സാൻ ഇബ്നു സാബിത്ത്. ആര്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പാടിയതായ പദ്യമാണ്. വഹൽ അദലതി യൗമൻ റസിയത ഹാലികിൻ റസിയത യൗമിൻ മാത ഫീഹി വഹൽ അദലതി യൗമൻ റസിയത ഹാലികിൻ റസിയത യൗമിൻ മാത ഫീഹി മുഹമ്മദു. ഒരു മനുഷ്യന് വല്ല അപകടം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ അപകടം റസൂലുള്ളാഹി മരിച്ചു എന്ന അപകടത്തോട് തുല്യമായ അപകടമാണോ? ഒരിക്കലുമല്ല. ധാരാളം അപകടങ്ങൾ മനുഷ്യന്മാർക്ക് കൂടെ നടക്കാറുണ്ട്. പക്ഷേ ഇവിടെയുള്ള എല്ലാ അപകടവും റസൂലുള്ളാഹി ലോകത്തോട് വിടവാങ്ങി എന്ന അപകടത്തോട് തുല്യമുള്ള അപകടമല്ല. വഹൽ അദലതി യൗമൻ റസിയതു ഹാലികിൻ റസിയത യൗമിൻ മാത ഫീഹി മുഹമ്മദുൻ وما فقد الماضون مثل محمد ولا മിഥ്ലഹു ഹത്തൽ ഖിയാമത്തി യുഫ്ഖദു. മുഹമ്മദിനോട് തുല്യതയുള്ള മനുഷ്യനെ ലോകം നഷ്ടപ്പെട്ടിട്ടേയില്ല, ഖിയാമത്ത് നാൾ വരെ നഷ്ടപ്പെടുന്നതുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞ പദ്യത്തിൻ്റെ, അഥവാ ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞ പദ്യത്തിൻ്റെ മധ്യഭാഗത്തിലുള്ളതായ ഭാഗമാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് മദീന മിമ്പറിൻ്റെ മീതെ വെച്ചിട്ട് നമ്മെ കേൾപ്പിച്ചത് ആര്? ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ്. നമുക്ക് പഠിക്കാനുള്ള ഭാഗം ആണ് ഞാൻ നിങ്ങളെ ഉണർത്തിയത്. അതെന്താണ്? മദീനയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയവരെ ആ റസൂലുള്ളാഹി ജീവിച്ച കാലഘട്ടത്തിൽ ഇവിടെ നമ്മുടെ മുമ്പിൽ സ്ഥാപിക്കാൻ വേണ്ടി പാടുപെട്ടതായ ആ യഥാർത്ഥ ഇസ്ലാമിൻ്റെ രൂപം, ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശം പഠിപ്പിക്കുന്ന സദസ്സാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ സദസ്സ്. ഇങ്ങനെയുള്ളതായ സദസ്സുകളിൽ എല്ലാ ആഴ്ചകളിലും വരികയും പങ്കെടുക്കുകയും എന്നിട്ട് വിജ്ഞാനങ്ങൾ നേടിയെടുക്കുകയും മുമ്പ് പഠിച്ചവരാണെങ്കിൽ പഠിപ്പിനെ പുതുക്കുകയും പഠിക്കാത്തവരാണെങ്കിൽ പുതുതായി പഠിക്കുകയും ചെയ്യാൻ വേണ്ടി പാടുപെടുക. ഇത് നമുക്ക് താൽക്കാലികമായി കിട്ടുന്ന ഒരു മഹാ ചാൻസാണ്. ഈ ചാൻസ് നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ നാട്ടിനോട് ഒരു പ്രഭാതത്തിൽ നമുക്ക് എല്ലാവർക്കും വിടവാങ്ങേണ്ടി വരും, എന്നെന്നുമായി ഈ ലോകത്തോട് വിടവാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ തൽക്കാലമായി മദീനത്തോട് വിടവാങ്ങേണ്ടി വരും. അങ്ങനെ വിടവാങ്ങി എത്രയോ നമ്മുടെ ക്ലാസ് മെമ്പർമാർ ഫോൺ ചെയ്ത് പറയാറുണ്ട്, കത്തിൽ കൂടി എഴുത്തിൽ കൂടി എഴുത്തിൻ്റെ കാലഘട്ടത്തിൽ പറയാറുണ്ട്. ഇന്നത്തെ യുഗത്തിൽ പിന്നെ മൊബൈലൊക്കെയാണ്. പണ്ടതല്ല, പണ്ടൊക്കെ എഴുത്തവരല്ല മൗലവി. മദീനത്തിൽ ഞാൻ താമസിച്ച കാലഘട്ടത്തിൽ ഞാൻ 2.5 കൊല്ലം താമസിച്ചപ്പോൾ സമ്പാദിച്ച സമ്പാദ്യമൊക്കെ തീർന്നു, എനിക്ക് എഴുത്ത് വന്നതാണ്. പക്ഷേ അവിടെ വെച്ച് കേട്ടതാ ഇൽമ് എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിച്ച് അൽഹംദുലില്ലാ എന്ന് പറയുന്ന സുഹൃത്തുക്കളെ കേട്ടതായി ഞാൻ ഓർക്കുന്നു, അല്ലെങ്കിൽ അവരുടെ എഴുത്ത് വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള അപകട ചുറ്റുപാടുകൾ നമുക്കെല്ലാം വരാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് തന്നെ നാം എന്ത് ചെയ്യുക? കഴിവിൻ്റെ പരമാവധി
ഇങ്ങനെയുള്ള സദസ്സുകളിലൂടെ ഇൽമ് ശേഖരിക്കാൻ ഈ ചാൻസ് കിട്ടാത്ത എത്രയോ മലയാളികൾ ഇവിടെ വേറെയുമുണ്ട്. അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ, അവരെ ഈ സദസ്സിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് വിവരം അറിയിച്ചു കൊടുക്കാൻ, വരാൻ ചാൻസ് ഇല്ലാത്തവരാണെങ്കിൽ CD എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് യൂട്യൂബിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ കൂടിയോ കേൾപ്പിക്കാൻ ഉള്ളതായ മാർഗങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതെല്ലാം നിങ്ങളുടെ ബാധ്യതയാണ്. അള്ളാഹു നാം ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്നിട്ട് വന്ന തെറ്റുകൾ അള്ളാഹു നമുക്ക് മാഫ് ചെയ്ത് തരുമാറാവട്ടെ. ഈ നാട്ടിനോട് കാട്ടേണ്ടതായ, ഈ മദീനയോട് കാട്ടേണ്ടതായ മര്യാദ പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്നവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഈ നാട്ടിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ വന്നുപോയതായ വീഴ്ചകളെ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ, മാഫ് ചെയ്തു തരുമാറാകട്ടെ, മാഫ് ചെയ്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ. അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അഥവാ അവരിൽ നിന്നിട്ട് അവരുടെ കുടുംബത്തിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരിൽ നിന്നിട്ട് രോഗമുള്ളവർക്ക് അള്ളാഹു അവരുടെ രോഗത്തെ സുഖപ്പെടുത്തി കൊടുക്കട്ടെ. നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മതത്തിൽ മരണം വരെ ഉറച്ചു നിന്നുകൊണ്ട് സേവനമനുഷ്ഠിക്കാനുള്ള ദീർഘായുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ. ഇഖ്ലാസ് നൽകട്ടെ, ഇഖ്ലാസ് നൽകട്ടെ, ഇഖ്ലാസ് നൽകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد حكام بلاد الحرمين وقادة بلاد الحرمين وجنود بلاد الحرمين سوءا اللهم فاشغله في نفسي واجعل تدبيره تدميرا. اللهم احفظ بلاد الحرمين من حسد الحاسدين وعين العينين وسحر الساحرين يا رب العالمين يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.